ഈ സമന്വയ വിദ്യാഭ്യാസം നമ്മൾ വിചാരിച്ചത് നമ്മൾ എല്ലാവരും സമന്വയ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഒട്ടുമിക്ക സംഘടനയിലും ഈ സമന്വയ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത്. നമ്മൾ നടത്തുന്നത് പോലെയുള്ള ആ ഒരു സമ്പ്രദായമില്ല. ഈ ദറസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ലാംഗ്വേജും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവർ ഇത് തുടങ്ങാത്തതിൻ്റെ കാരണം അവരിപ്പോഴും ഈ സമന്വയ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ദീനിനെ ബാധിക്കുകയോ ഇല്ലേ എന്നുള്ളത് അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമ്മളിപ്പോഴും അതിൻ്റെ രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫോർവേഡായിട്ടും അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ചുമൊക്കെ നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ മുഷാവറ കൂടിയിട്ട് അതിൽ ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനമെടുത്ത് പിന്നെ അവരത് പ്രാവർത്തികമാക്കി അങ്ങനെ തുടങ്ങുന്ന ഓരോ സംരംഭങ്ങളും അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്നത് വ്യക്തികളല്ല, വ്യക്തികളിലേക്കത് പോകുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവരുടെ മനസ്സാണ്, അവരുടെ ഹൃദയമാണ് സമസ്ത എന്ന് അതിൽ പ്രതിബിംബമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മകനും എൻ്റെ മകളും നാളെ ഒരു തർബിയത്തുള്ള ആത്മീയതയുള്ള നേർവഴിയിൽ സഞ്ചരിക്കുന്ന സോലിഹായ മക്കളാവണം എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് എവിടെ കുട്ടികളെ ചേർക്കണം, എവിടെ എങ്ങനെ എന്താക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മദ്രസയിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ മക്കളെ ഇപ്പോഴും കൊണ്ടാക്കാനും പഠിപ്പിക്കാനും താല്പര്യപ്പെടുന്നത്. അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ അവർ എത്ര ദൂരമാണെങ്കിലും മദ്രസ സൗകര്യം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മദ്രസയുള്ള ഭാഗത്ത് പോയിട്ട് വീടെടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ അറിഞ്ഞുകൊണ്ട് മഹല്ല് കമ്മിറ്റികൾ അവിടെ മദ്രസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ SNECയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പോൾ SNEC കുറേ സ്ട്രീമുകൾ തുടങ്ങുകയും അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു സാഹചര്യം വന്നപ്പം പെട്ടെന്ന് വളരുന്നതല്ല. ജനങ്ങളുടെ ചിന്ത അതുപോലെ തന്നെ സമസ്തയുടെയും ചിന്തയൊക്കെ ഒരേ രീതിയിലാവുമ്പോഴാണ് അത് വിജയിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാനും അവർക്ക് ഇതിലൂടെ പോകാനൊക്കെയുള്ള ആ മാർഗത്തിലൂടെ